സർ, ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പോരായ്മകളാണുള്ളത് സാറിൻ്റെ അഭിപ്രായത്തിൽ? ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോരായ്മകളുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം അതുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒക്കെ വരാൻ പോകുന്നത്. കാരണം 30-35 വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ ആ ഒരു പോളിസിക്ക് അനുസരിച്ചാണ് എന്ത് വരുന്നത്, നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പോരായ്മ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മാർക്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് നടക്കുന്നത് മാർക്കിന്. അതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മാർക്ക് നേടുക അല്ലെങ്കിൽ റാങ്ക് നേടുക എന്നുള്ളതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതൊരു വലിയ പോരായ്മ തന്നെയാണ്. പക്ഷേ വാസ്തവത്തിൽ മാർക്ക് മാത്രം പോരാ, കുട്ടികൾക്ക് നല്ല സ്കിൽസ് വേണം. ആ സ്കിൽസ് കുട്ടികൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെയാണ് വാല്യൂസ് കുട്ടികൾക്ക് കിട്ടണം. മൂന്നും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂസ്, സ്കിൽസ്, മാർക്സ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ കുട്ടികൾക്ക് എന്തില്ല, മാർക്സ് മാത്രമാണ് കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ NEP 2020 വരുന്നതോടുകൂടി ഈ മാർക്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ആ മെമ്മറൈസ് ചെയ്തിട്ട് മാർക്ക് നേടുന്നതിനുള്ള വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇനി വരാൻ പോകുന്നില്ല. അതിന് പകരം അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് വരാൻ പോകുന്നത്. പിന്നെ വാല്യൂസ് ഒരു പ്രധാന ഘടകം. തെറ്റും ശരിയും തിരിച്ചറിയാത്ത കുട്ടികൾ ഉണ്ടായിട്ട് ഒരു സമൂഹത്തിന് എന്താ കാര്യമുള്ളത്? മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാത്ത കുട്ടികൾ വളർന്നിട്ട് വല്ല കാര്യമുണ്ടാവും? ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മികച്ച രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മാന്യത പുലർത്തണം എന്ന് അറിയാത്ത കുട്ടികൾ ഇന്ന് പഠിച്ചിറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ക്യാരക്ടർ, ഹ്യൂമാനിറ്റി, ഇത്തരം എംപതി, ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. പക്ഷേ അതൊക്കെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടോ ചോദിച്ചാൽ സംശയമാണ്. കുട്ടികളുടെ സഹകരണ മനോഭാവം, കൈൻഡ്നെസ്, എംപതി, സിമ്പതി, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണെന്നിരിക്കെ പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ മാർക്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.